എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. 2024 കേരള PSC നടത്തുന്ന LDC പരീക്ഷ ഗുണപ്രദമാവുന്ന രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ആ ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് റിവിഷൻ സീരീസിൽ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ SCR ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ നമ്മൾ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ഒരു വീഡിയോ സീരീസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത്തരത്തിൽ നമ്മൾ കഴിഞ്ഞ 12ഓളം ക്ലാസ്സിലൂടെയായിട്ട് SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് SCRT ടെക്സ്റ്റ് ബുക്കിൽ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് എപ്പോഴും ചോദ്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അധ്യായമാണ്. ആ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ട് ഈ 2024 കേരള PSC ചോദിച്ച ഒരു ചോദ്യമാണ് സ്ക്രീനിൽ കാണുന്നത്. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. സംവേദകങ്ങൾ, സ്റ്റീരിയോസ്കോപ്പ്, സ്പെക്ട്രൽ സിഗ്നേച്ചർ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നിങ്ങനെ 4 ഓപ്ഷനുകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ചോദ്യത്തിലേക്ക് വന്ന് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ഒരുപക്ഷെ ഈ ക്ലാസ് കാണുന്ന കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഉത്തരം അറിയായിരിക്കും. ഉത്തരം അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുകയും ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട നമ്മുടെ അധ്യായം എന്ന് പറയുന്നത് ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനങ്ങളും എന്ന് പറയുന്ന അധ്യായമാണ്. നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ ജോഗ്രഫി, പ്രത്യേകിച്ച് നമ്മുടെ വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട സിലബസിലെ ടോപ്പിക് എടുത്തു നോക്കിയാൽ അത് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്ററുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ചാപ്റ്ററുകൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അധികം കാര്യങ്ങളൊന്നും അതിൽ പറഞ്ഞു പോകുന്നില്ല. ഓരോ ചാപ്റ്ററുകൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ ആ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അത്തരത്തിലൊരു അധ്യായമാണ് ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും. ഈ ഒരു അധ്യായത്തിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞു പോകുന്ന ഒരു ടോപ്പിക്കാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. റിമോട്ട് സെൻസിങ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ ഛായാഗ്രഹണം കണ്ടെത്തിയതോടെ വിവരശേഖരണത്തിന് ഒരു വലിയ മാറ്റത്തിന് തുടക്കമായി. തുടർന്ന് ബലൂണുകളിലും വിമാനങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ച് ഉയർന്ന തലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. ഈ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. 1960-ലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത്. ബലൂണുകളിലും അതേപോലെ തന്നെ വിമാനങ്ങളിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ എടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിത്രമെടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം മാറുന്നത് 1960-ലാണ്. ആ ഒരു പോയിന്റ് ഒരുപക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്ന പരീക്ഷയിൽ വന്നാൽ, കാരണം SCRTയിൽ പറയുന്നതാണ്, കൃത്യമായിട്ട് നമ്മൾ അത് പഠിച്ചു വെക്കണം. അത് ശരിയാണ്. 1960-ലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത്. ക്യാമറകളോടൊപ്പം വിവരശേഖരണത്തിനായി വിവിധ തരം സ്കാനറുകളും ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്രകാരം ഒരു വസ്തുവിനെയോ, നോട്ട് ചെയ്യുക, ഇപ്രകാരം ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയെയാണ് നമ്മൾ വിദൂര സംവേദനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്പർശബന്ധം കൂടാതെ. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു, ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ നമ്മൾ ഈ പറയുന്ന ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് വഴിയോ ഒക്കെ നമ്മൾ ആ വിവരങ്ങൾ ശേഖരിക്കുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇപ്പൊ കൃത്യമായിട്ട് SCR ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് വിദൂര സംവേദനം എന്നതിൻ്റെ ഒരു ഹെഡിങ്, അതിനുശേഷം അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് മുന്നിലേക്ക് നൽകി കഴിഞ്ഞു. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ വരുന്ന പരീക്ഷയിൽ ചോദ്യമായിട്ട് വരാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അവിടെ സംവേദകം എന്ന് പറയുന്നത് ആ ക്യാമറയാണ്. ഇനി നമ്മളൊരു സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അവിടെ അതാണ് എന്തെന്ന് പറയുന്നത്, അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു സെൻസേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയേണ്ടത്, സംവേദകങ്ങൾ എന്ന് പറയേണ്ടത്. അപ്പോൾ വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാൻ എന്തു വേണം, സംവേദകങ്ങൾ വേണം, ഉപകരണങ്ങൾ വേണം. ആ വിവരങ്ങൾ ശേഖരിക്കുന്ന ആ ഉപകരണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സംവേദകങ്ങൾ അല്ലെങ്കിൽ സെൻസേഴ്സ് എന്ന് പറയുന്നത്.
ക്യാമറയും സ്കാനറുകളും സംവേദകങ്ങളാണ്. വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുതകാന്തിക വികിരണത്തെയാണ് സംവേദകങ്ങൾ പകർത്തുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുതകാന്തിക വികിരണത്തെയാണ് സംവേദകം എന്ത് ചെയ്യുന്നത്, പകർത്തുന്നത്. ഇപ്പൊ നമ്മുടെ കണ്ണ് തന്നെ ഒന്ന് എടുത്താൽ മതി. നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണണമെങ്കിൽ ഒരു സൂര്യപ്രകാശത്തിൽ ഒരു പൂവ് വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. ആ സൂര്യപ്രകാശം ആ പൂവിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്, നമ്മുടെ റെറ്റിനയിൽ അത് എത്തുമ്പോഴാണ്, അത് നമ്മുടെ മെമ്മറി, അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു പൂവിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ക്യാമറയും സ്കാനറുകളും ഒക്കെ സംവേദകങ്ങളാണ്. ഇവയ്ക്ക് ഒരു വസ്തുവിനെ പകർത്തണമെങ്കിൽ ആ വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തിലൂടെയാണ് അത് സാധിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ആ പ്രതലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭൗമോപരിതലത്തിൽ നിന്നാണ് നമ്മൾ ഒരു ഫോട്ടോ എടുക്കുന്നെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോമാണ്. ഇനി വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോമാണ്. ബലൂണുകളിൽ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോമാണ്. ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്, സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കണമെങ്കിൽ ഈ സംവേദകങ്ങൾ മാത്രം പോരാ, മറിച്ച് അവിടെ ഒരു കാര്യം കൂടെ വേണം. അതാണ് ഊർജ ഉറവിടം എന്ന് പറയുന്നത്. അപ്പോൾ ഊർജ ഉറവിടം, പ്ലാറ്റ്ഫോം എന്നിവയെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ പല രീതിയിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഊർജ ഉറവിടവും വേണം. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം അതൊരു ഊർജ ഉറവിടമാണ്. ആ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ എന്താണ്, സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെളിച്ചം കിട്ടുന്നു, അതിലൂടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ഫ്ലാഷ് ലൈറ്റുകളുണ്ട്, അതെന്ത് തന്നെയാണ്, ഒരു ഊർജ ഉറവിടമാണ്. ആ ഫ്ലാഷ് ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ രാത്രിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. അതാണ് ആ ഊർജ ഉറവിടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ഊർജ ഉറവിടം, അതുപോലെ തന്നെ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ പ്ലാറ്റ്ഫോം എന്നിവയുടെ അടിസ്ഥാനമാക്കിയിട്ട് ഈ വിദൂര സംവേദനത്തെ പലതായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഒന്ന് ഊർജ ഉറവിടം, ഊർജ ഉറവിടത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരംതിരിവ്. മറ്റൊന്ന് പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു തരംതിരിവ്. അപ്പൊ അതിനു മുമ്പായിട്ട് ഇവിടെ ചെറിയൊരു പാരഗ്രാഫ് പറയുന്നുണ്ട്, അതൊന്ന് വായിച്ചു പോകാം. വിദൂര സംവേദനത്തിൽ ഒരു ഊർജ ഉറവിടം അത്യന്താപേക്ഷികമാണ്. ഇത് വൈദ്യുതകാന്തിക വികിരണങ്ങൾ ഉൾക്കൊള്ളുന്ന സൂര്യപ്രകാശമോ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശ സ്രോതസ്സോ ആകാം. സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശമോ വസ്തുക്കളിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രകാശത്തിന്റെ പ്രതിഫലനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വിദൂര സംവേദന പ്രക്രിയ സാധ്യമാകുന്നത്. ഒരു ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുമ്പോൾ ക്യാമറ ഒരു സംവേദകവും ക്യാമറയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഫ്ലാഷ് കൃത്രിമമായി സൃഷ്ടിച്ച ഊർജവുമാണ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്നതും വികിരണം ചെയ്യപ്പെടുന്നതുമായ വൈദ്യുതകാന്തിക തരംഗങ്ങളെയാണ് വിദൂര സംവേദന സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെയാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്നതും വികിരണം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങളെയാണ് വിദൂര സംവേദന സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തുന്നത് എന്നും കൂടെ ഓർത്തിരിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറഞ്ഞ ആ ഒരു തരംതിരിവിലേക്ക് വരികയാണ്. ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണമാണ്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് പരോക്ഷ വിദൂര സംവേദനമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് പ്രത്യക്ഷ വിദൂര സംവേദനമാണ്. പരോക്ഷ വിദൂര സംവേദനവുമുണ്ട്, മറ്റൊന്ന് പറയുന്നത് പ്രത്യക്ഷ വിദൂര സംവേദനവുമുണ്ട്. പാസീവ് റിമോട്ട് സെൻസിങ്, മറ്റൊന്ന് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ഇതിൽ പരോക്ഷ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ സൗരോർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് ഇത്. ഇവിടെ സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഇവിടെ നമ്മളിപ്പോൾ ഒരു ക്യാമറയിൽ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുക, അതിന് ഫ്ലാഷ് ലൈറ്റ് ഒന്നും ഇല്ല, പഴയ മോഡൽ ക്യാമറയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവിടെ ഊർജ ഉറവിടമായിട്ട് ഉള്ളത് ഈ പറയുന്ന സൂര്യപ്രകാശമാണ്. അതല്ലെങ്കിൽ പുറത്തു നിന്ന് ഈ സൂര്യന് പകരമായിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രകാശം അവിടെ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതും എന്താണ്? പരോക്ഷ വിദൂര സംവേദനമാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സെൻസർ അല്ലെങ്കിൽ ആ ഒരു സംവേദകം അതിന് എന്ത് ചെയ്യില്ല, ഒരു ഊർജം പുറപ്പെടുവിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഒരു ക്യാമറയിൽ ഫ്ലാഷ് ലൈറ്റ് അത് അതിൽ തന്നെയാണല്ലോ ഘടിപ്പിച്ചിരിക്കുന്നത്.
അപ്പൊ അങ്ങനെ അല്ലാതെ വരുന്ന, അതായത് ഈ പറയുന്ന ഉപകരണത്തിന് പുറത്ത് ഒരു സ്രോതസ് എന്താണ് ഈ പറയുന്ന പ്രകാശമൊക്കെ നൽകിക്കൊണ്ട് ഒരു ഊർജ സ്രോതസ്സായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പരോക്ഷ വിദൂര സംവേദനം എന്ന് പറയാം. SCRT-യിൽ അത് സൂര്യപ്രകാശത്തെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൗരോർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് ഈ പറയുന്ന പരോക്ഷ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇവിടെ സംവേദകം എന്താണ്? സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ വിദൂര സംവേദകമാണ്. സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ അഥവാ ഊർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദകം. അതായത് നമ്മുടെ ക്യാമറയിലെ ഫ്ലാഷ് ലൈറ്റ് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ എന്തിൽ ഉൾപ്പെടാം? പ്രത്യക്ഷ വിദൂര സംവേദനത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ അവിടെ എന്താണ്? സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ അഥവാ ഊർജത്തിന്റെ സഹായം നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. അപ്പോൾ ഇവിടെ നമ്മൾ ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണമാണ്. അതിലൊന്ന് പരോക്ഷ വിദൂര സംവേദനം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സെൻസർ, ആ സെൻസറിന് വെളിയിൽ നിന്നുള്ള ഒരു വസ്തുവാണ് അവിടെ ഊർജ ഉറവിടമായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് പരോക്ഷ വിദൂര സംവേദനം എന്ന് പറയുന്നു. അതായത് സൗരോർജത്തിന്റെ സഹായത്താൽ നടത്തുന്ന വിദൂര സംവേദനമാണ് ഇത് എന്ന് SCRT-യിൽ പറയുന്നു. രണ്ടാമത്തെ കേസിലെ സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ അഥവാ ഊർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. അപ്പൊ ആ സംവേദനത്തിനുള്ളിൽ തന്നെ എന്തുണ്ടായിരിക്കും? ഈ ഊർജ ഉറവിടം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് രണ്ടാമത്തെ തരംതിരിവാണ്. പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണമാണ്. നമ്മൾ ഭൂതല ഛായാഗ്രഹണം എന്നും ആകാശീയ വിദൂര സംവേദനമെന്നും ഉപഗ്രഹ വിദൂര സംവേദനമെന്നും ഇതിനെ മൂന്നായിട്ട് വർഗീകരിച്ചിരിക്കുന്നു പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനമായിട്ട്. ഭൂതല ഛായാഗ്രഹണം എന്ന് പറഞ്ഞാൽ ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം എന്ന് പറയുന്നത്. ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മലയുടെ മുകളിൽ ചെന്നിട്ട് നമ്മുടെ താഴ്വരയുടെ ചിത്രം നമ്മളൊന്ന് എടുക്കാന്ന് വിചാരിക്കും. അതൊക്കെ എന്തിൽ ഉൾപ്പെടും? ഭൂതല ഛായാഗ്രഹണത്തിന് ഉൾപ്പെടും. അതേ സമയത്ത് ആകാശീയ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സർവേ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഹെലികോപ്റ്ററിലൊക്കെ ഇവരിങ്ങനെ ക്യാമറയൊക്കെ വെച്ച് പോകുന്നത്, ഒരു ക്യാമറയൊക്കെ തൂക്കി പിടിച്ച് പോകണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ്? ആകാശീയ വിദൂര സംവേദനമാണ്. അതായത് വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്ന് ഭൂപ്രതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? നമ്മുടെ ഉപഗ്രഹ വിദൂര സംവേദനമാണ്. ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെ ഈ ഉപഗ്രഹവുമായി ബന്ധപ്പെട്ടത് ആരംഭിക്കുന്ന 1960-കളിലാണെന്ന് ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദനങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗൂഗിൾ മാപ്പൊക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഉപഗ്രഹ വിദൂര സംവേദനം എന്താണെന്നും ആകാശീയ വിദൂര സംവേദനം എന്താണെന്നും ഭൂതല ഛായാഗ്രഹണം എന്താണെന്നും സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ചിത്രം മനസ്സിലുണ്ടെങ്കിൽ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇനി അടുത്തതിലേക്ക് വരാം. ആകാശീയ വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോവുകയാണ്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് ആകാശീയ വിദൂര സംവേദനത്തെ നാം ആശ്രയിക്കാറ്. നമുക്ക് ഒരു ഈ പറയുന്ന ഹെലികോപ്റ്ററിലോ അല്ലെങ്കിൽ വിമാനത്തിലോ ഒക്കെ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന വിവരശേഖരണം നടത്തുകയാണെങ്കിൽ അത് ഈ ലോകം മൊത്തം ചുറ്റി നടത്തുക എന്ന് പറയുമ്പോൾ വളരെ പ്രയാസമാണ്. അപ്പോൾ എന്താണ്? താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് ആകാശീയ വിദൂര സംവേദനം ഉപയോഗിക്കുന്നത്. അവിടെ അതിൻ്റെ ഒരു മേന്മ പറയുന്നത്, നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് ഏത് പ്രദേശത്തിന്റെ വിവരശേഖരണം വേണമെങ്കിലും ഇത്തരത്തിൽ നടത്താമെന്നതാണ് ഇതിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആകാശീയ വിദൂര സംവേദനം എന്ന് ഓൾറെഡി പഠിച്ചു. അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് ആകാശീയ വിദൂര സംവേദനത്തെ നാം ആശ്രയിക്കാറ്. അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ വന്നാൽ ശരിയാണ്, അത് വേണം തിരുത്തി. താരതമ്യേന വിസ്തൃതി കൂടിയ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് ആകാശീയ വിദൂര സംവേദനത്തെ നാം ആശ്രയിക്കാറ് എന്ന് സ്റ്റേറ്റ്മെന്റിൽ തരാം. അപ്പൊ ഈ ഒരു വാക്ക് വായിക്കാതെ പോകുന്ന ഒരാള് ആകാശീയ വിദൂര സംവേദനമല്ലേ, അപ്പോൾ കുറെ വിസ്തൃതി കൂടിയ പ്രദേശമായിരിക്കും എന്ന് ചിന്തിക്കാം. അപ്പൊ കൃത്യമായി ഓർത്തിരിക്കുക, വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ എന്ന് പോയിന്റ് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏത് പ്രദേശത്തിന്റെ വിവരശേഖരണം വേണമെങ്കിലും ഈ ആകാശീയ വിദൂര സംവേദനം വഴി എടുക്കാൻ പറ്റും എന്നതാണ് അതിൻ്റെ ഒരു മേന്മ. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും.
വിമാനം കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ തുടർച്ചയായുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നു എന്നത് ആണ് ഈ ഒരു രീതിയുടെ ഒരു മേന്മ. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയ ഭൂതല ഛായാഗ്രഹണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു ചിത്രം ലഭിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതും പിടിച്ചിങ്ങനെ നടക്കുകയായിരിക്കും. അപ്പോൾ അവിടെ തുടർച്ച നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രയാസമായിരിക്കും. അതേ സമയത്ത് ഈ ആകാശത്തിൽ കൂടെ എടുക്കുക എന്ന് പറയുമ്പോൾ എന്താ, അവിടെ അതിനിടയിൽ വലിയ തടസ്സങ്ങളൊന്നും വരത്തില്ല. അപ്പൊ നമുക്ക് ഈ തുടർച്ചയായിട്ടുള്ള ചിത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് സാധിക്കും. അത് ഇതിന്റെ ഒരു മേന്മയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി തുടർച്ച നിലനിൽക്കുന്നതിനും സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്താൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടു മുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിന്റെ ഏകദേശം 60% ഭാഗം കൂടി പകർത്തിയെടുക്കാറുണ്ട്. ഇതിനാണ് എന്തെന്ന് പറയുന്നത്, ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓവർലാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടേം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന ആകാശീയ വിദൂര സംവേദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അവിടെ നമ്മൾ പരിചയപ്പെട്ട ഒരു ടേമും കൂടിയുണ്ട്, സ്റ്റീരിയോസ്കോപ്പ്. അപ്പൊ ഇവിടെ എന്താണ്, തുടർച്ച നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്താൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിനും, അപ്പൊ നമ്മൾ ഈ പറയുന്ന ആകാശീയ വിദൂര സംവേദനത്തിൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ത്രിമാനതല അല്ലെങ്കിൽ 3D വീക്ഷണം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടു മുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിന്റെ ഏകദേശം 60% ഭാഗം കൂടി പകർത്തിയെടുക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഓവർലാപ്പ് എന്താണ് എന്നത് നമുക്ക് SCERT-യിൽ തന്നെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ A എന്ന് പറയുന്ന ഒരു ചിത്രം ആദ്യം എടുത്തിരിക്കുകയാണ് ക്യാമറ കൊണ്ട്. തൊട്ടടുത്തായിട്ട് B എന്ന് പറയുന്ന ചിത്രം എടുക്കുന്നുണ്ട്. ആ B എന്ന് പറയുന്ന ചിത്രം എടുക്കുമ്പോൾ Aന്റെ ഇത്രയും പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, B എന്ന് പറയുന്ന ചിത്രത്തിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് 60% ഭാഗം റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ C എന്ന് പറയുന്ന ചിത്രം എടുക്കുമ്പോൾ B എന്ന് പറയുന്ന ഭാഗത്തിന്റെ 60% ഭാഗം തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എയും ബിയും തമ്മിൽ നമ്മൾ അതിനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അവിടെ തുടർച്ച എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ ഓവർലാപ്പ് എന്ന് പറയുന്ന ഈ ഒരു സമ്പ്രദായം ഉപയോഗിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. എന്താണ് ഓവർലാപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തന്നിരിക്കുന്ന ചിത്രത്തിൽ ഓരോന്നിലും 60% ഭാഗം ആവർത്തിച്ചു വരുന്നതായിട്ട് കാണാം. ചിത്രം എയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ചിത്രം ബിയിലും, ചിത്രം ബിയിലേത് ചിത്രം സിയിലും ആവർത്തിച്ചു വരുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓവർലാപ്പ് എന്ന് പറയുക. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ആ ഒരു തുടർച്ച ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ്. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അടുത്തൊരു ടേം പരിചയപ്പെട്ടു, സ്റ്റീരിയോ പെയർ എന്നാണ്. സ്റ്റീരിയോ പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെയാണ് സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എയും ബിയും എടുക്കുക, അവിടെ എന്താണ്, ഓവർലാപ്പ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ചിത്രങ്ങളെ ആ ഒരു പെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത് അത് ഇവിടെ കൊടുത്തിരിക്കുന്നു. ചിത്രം എയും ചിത്രം ബിയും അല്ലെങ്കിൽ ചിത്രം ബിയും ചിത്രം സിയും ഓരോ സ്റ്റീരിയോ പെയറുകളാണ്. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്, സ്റ്റീരിയോസ്കോപ്പ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു കാര്യം കടന്നു വന്നിട്ടുണ്ടാകും, നമ്മൾ ഈ ഒരു ക്ലാസ് തുടങ്ങിയത് വിടുന്ന ഒരു ചോദ്യത്തിൽ നിന്നാ. അപ്പൊ ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, അതിന്റെ ഉത്തരം മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ അവസാന ചോദ്യം ഒന്നും കൂടെ ചെയ്യും. അപ്പൊ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്, സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രം, ആ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം നമുക്ക് ലഭ്യമാകണം. അതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്, സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. ഒരു സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ഉൾപ്പെട്ട പ്രദേശത്തിന്റെ ത്രിമാന ദൃശ്യം ലഭ്യമാകുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് സ്റ്റീരിയോസ് പെയർ എന്ന് നമ്മൾ പഠിച്ചു. ആ സ്റ്റീരിയോ പെയറിനെ ഈ സ്റ്റീരിയോസ്കോപ്പിലൂടെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും, ഒരു ത്രിമാന ദൃശ്യം ലഭിക്കും എന്ന കാര്യം ഓർക്കുക. ഒരു 3D ചിത്രം നമുക്ക് ലഭിക്കും എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇത് കാണാൻ വേണ്ടി സ്റ്റീരിയോസ്കോപ്പ്. അതേപോലെ തന്നെ എന്താണ് സ്റ്റീരിയോ പെയർ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ തൊട്ട് മുമ്പ് എന്ത് പഠിച്ചു, പ്ലാറ്റ്ഫോം എന്താണെന്ന് പഠിച്ചു. അങ്ങനെ കുറെ ടേമുകൾ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഓവർലാപ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. സിമ്പിൾ ആണ്.
വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, അത് എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കൂടി ഒന്ന് അതൊന്ന് എന്താണ് ഒരു ചിത്ര രൂപത്തിൽ നമ്മളൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഓവർലാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ചിത്രം നിങ്ങളെ മനസ്സിൽ പതിപ്പിക്കണം. അപ്പോൾ ആ ചിത്രം പതിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർലാപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്റ്റീരിയോ പെയർ എന്ന് പറയുമ്പോൾ എ ബി എന്നീ രണ്ട് ചിത്രങ്ങൾ സ്റ്റീരിയോ പെയറാണ്. എന്തുകൊണ്ട് വന്നു, ഓവർലാപ്പോട് കൂടിയുള്ള രണ്ട് ചിത്രങ്ങളാണ്. അങ്ങനെയാണ് അതിനെ സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. ആ സ്റ്റീരിയോ പെയറിനെ പിടിച്ചിട്ട് സ്റ്റീരിയോസ്കോപ്പിലേക്ക് കൊണ്ടിട്ട ത്രിമാന രൂപത്തിലുള്ള ഒരു ചിത്രം കിട്ടും. അപ്പോൾ ആ സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണത്തിന്റെ പേരും നിങ്ങൾക്ക് കിട്ടണം. അതാണ് ചോദ്യമായിട്ട് വന്നത്. ഇനി അടുത്ത് ലഭ്യമാകുന്ന ത്രിമാന ദൃശ്യത്തെ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ത്രിമാന ദൃശ്യം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീരിയോസ്പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ ത്രിമാന ദൃശ്യം നമുക്ക് ലഭ്യമാകുമ്പോൾ അതിനെ നിങ്ങൾ വിളിക്കണം സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് വിളിക്കണം. എന്താണ്, സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നാണ് വിളിക്കേണ്ടത്. ഇനി അടുത്തവിടെ പറയുന്ന നോക്കാം. ആകാശീയ വിദൂര സംവേദനത്തിന് ധാരാളം മേന്മകളുണ്ടെങ്കിലും ചില പോരായ്മകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവയിലൊന്ന് വിമാനത്തിനുണ്ടാകുന്ന കുലുക്കം ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കുന്നു. അപ്പോൾ വിമാനം കുലുങ്ങുമ്പോൾ ഈ പറയുന്ന എടുക്കുന്ന ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കാറുണ്ട്. ഇനി വിമാനത്തിന് പറന്നുയരാനും ഇറങ്ങാനും തുറസായ സ്ഥലം ആവശ്യമാണ്. പിന്നെ ഇന്ധനം നിറയ്ക്കുന്നതിന് വിമാനം ഇടയ്ക്കിടെ നിലത്തിറങ്ങുന്നത് ചെലവ് വർദ്ധിക്കുന്നു. ഇനി വിസ്തൃതമായ പ്രദേശങ്ങളെ ചിത്രീകരണം പ്രായോഗികമല്ല. നമ്മൾ പറഞ്ഞു വിസ്തൃതി കുറഞ്ഞ ഈ പറയുന്ന പ്രദേശങ്ങളുടെ ചിത്രീകരണമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ അവിടെ അപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഒരു നേട്ടം നമ്മൾ പറയുകയുണ്ടായിരുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് ഒരു പ്രദേശത്തിന്റെ വിവരശേഖരണം വേണമെങ്കിലും ഇത്തരത്തിൽ നടത്താൻ പറ്റും. ഇതിൻ്റെ നേട്ടമാണ്. വിമാനം കടന്നു പോകുന്ന പ്രദേശങ്ങളെ തുടർച്ചയായ ചിത്രങ്ങൾ ലഭിക്കുന്നു എന്നതും ഈ രീതിയുടെ ഒരു മേന്മയാണെന്ന്. എന്നാൽ അതിൻ്റെ കുറച്ച് പോരായ്മകളാണ് ഇവിടെ നമ്മൾ SCERTയിൽ പറഞ്ഞു പോകുന്നത്. വിമാനത്തിനുണ്ടാകുന്ന കുലുക്കം ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കുന്നു. വിമാനത്തിന് പറന്നുയരാനും ഇറങ്ങാനും തുറസായ സ്ഥലം ആവശ്യമാണ്. വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം പ്രായോഗികമല്ല. ഇന്ധനം നിറയ്ക്കുന്നതിന് വിമാനം ഇടയ്ക്കിടെ നിലത്തിറങ്ങുന്നത് ചെലവ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഒരു കോട്ടമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനി നോക്കാം, ഒരു പ്രദേശത്തെ ഒന്നാകെ കാണുന്നതിനും ത്രിമാന ദൃശ്യത്തിന്റെ സഹായത്താൽ ഭൂപ്രതലത്തിന്റെ ഉയർച്ച താഴ്ചകൾ വേർതിരിച്ചറിയുന്നതിനും ആകാശീയ ചിത്രങ്ങൾ ഏറെ പ്രയോജനകരമായതിനാൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്തും തുടർന്നും ഇവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ധാരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ആകാശീയ ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇത് ഒരു പോയിന്റ് ആയിട്ട് ഓർത്തു വെച്ചോ. ധാരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ആകാശീയ ചിത്രങ്ങൾ ഉപയോഗിക്കപ്പെടാറുണ്ട്. ഇന്ത്യയിൽ ആകാശീയ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമാണ്. ഇന്ത്യൻ വ്യോമസേന, കൊൽക്കത്ത ആസ്ഥാനമായുള്ള എയറോസ്പേസ് കമ്പനി, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എന്നീ ഏജൻസികളാണ് ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ വ്യോമസേന, അതുപോലെ തന്നെ കൊൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള എയറോസ്പേസ് കമ്പനി, പിന്നെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, ഇവർക്കാണ് ഇന്ത്യയിൽ ഈ പറയുന്ന ആകാശീയ സർവേ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ വ്യോമസേന, കൊൽക്കത്ത ആസ്ഥാനമായുള്ള എയറോസ്പേസ് കമ്പനി, മറ്റൊന്ന് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എന്നീ ഏജൻസികളെയാണ് ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ അടുത്തായിട്ട് പറയുന്നത് കൃത്രിമ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വിദൂര സംവേദനം സാധ്യമായതോടെ ഈ പോരായ്മകൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു. അപ്പോൾ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ വിമാനത്തിന്റെ കുലുക്കം, അങ്ങനെയുള്ള പോരായ്മകളൊക്കെ പരിഹരിക്കപ്പെട്ടു. ഇനി നമുക്ക് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിദൂര സംവേദന രീതിയെ പരിചയപ്പെടാം. ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അഥവാ സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിവര സംവേദനം എന്ന് പറയുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഇത് ഓർത്തിരിക്കണം, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. പോളാർ സാറ്റലൈറ്റ്സ് എന്നും ജിയോ സെൻട്രിക് സാറ്റലൈറ്റ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി ഇവിടെ പറഞ്ഞു പോകുന്നത്. അതിൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച വസ്തുതകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അതേസമയത്ത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വെക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അവയുടെ വസ്തുതകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ നമുക്കൊന്ന് പഠിക്കാം. സഞ്ചാരപാതം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. അത് കൃത്യമായി ഓർത്തിരിക്കുക, 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് അതിൻ്റെ സഞ്ചാരപാതം.
സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ് സൗരസ്ഥിര ഉപഗ്രഹത്തിന്റെ കേസിൽ. ഭൂമിയുടെ 1/3 നിരീക്ഷണ പരിധിയിൽ വരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, 1/1 എന്താണ് നിരീക്ഷണ പരിധിയിൽ വരുന്നുണ്ട്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് എവിടെയുള്ളത്, ഈ പറയുന്ന സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്കുള്ളതെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു എന്നതാണ് മറ്റൊരു പോയിന്റ്. എന്നാൽ സൗരസ്ഥിര ഉപഗ്രഹങ്ങളിലേക്ക് വരുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു. പറയുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്? ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്ന ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വെക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. സഞ്ചാരപഥം എന്ന് പറയുന്ന ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. എന്നാൽ സൗരസ്ഥിര ഉപഗ്രഹത്തിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ നിന്ന് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ്. ഇനി ഭൂമിയുടെ 1/3 നിരീക്ഷണ പരിധിയിൽ വരുന്നത്. മറ്റിടത്താണെങ്കിൽ ഭൂസ്ഥിര ഉപഗ്രഹത്തേക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ്. ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയെ ഒരു പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. മറ്റതാണെങ്കിലോ കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു. ഇനി അടുത്തിവിടെ പറയുന്നത് ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സാധിക്കുന്നു. അപ്പൊ അടുത്തൊരു പോയിന്റ് ആണ്, ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സാധിക്കുന്നു. ഓൾറെഡി നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതാണ്. മറ്റൊന്ന്, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ചുള്ള വിവരശേഖരണത്തിന് എന്ത് സഹായിക്കുന്നു? സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ സഹായിക്കുന്നു. അതേ സമയത്ത് വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനുമാണ് ഈ പറയുന്ന ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സഹായിക്കുന്നത്. വിദൂര സംവേദനത്തിന് മുഖ്യമായും ഈ ഉപഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തും. അപ്പൊ വിദൂര സംവേദനത്തിന് ഏതാണ്? നമ്മുടെ സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. IRS, ലാൻഡ്സാറ്റ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ കോളം കൃത്യമായി പഠിച്ചു വെക്കണം. ഇതിൽ നിന്ന് എപ്പോഴും PSC പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. ഒരിക്കൽ കൂടി അതൊന്ന് വായിക്കാം. ആദ്യം ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാം. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. തൊട്ട് അടുത്തത്, അതായത് നമ്മൾ പഠിക്കുന്ന സൗരസ്ഥിര ഉപഗ്രഹം എന്ന് പറയുന്നത് 900 കിലോമീറ്റർ ഉയരത്തിലാണെന്ന് ഒരുമിച്ച് പഠിക്കുക. ഭൂമിയുടെ 1/3 നിരീക്ഷണ പരിധിയിൽ വരുന്നു. എന്നാൽ സൗരസ്ഥിരത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ ഭൂസ്ഥിര ഉപഗ്രഹത്തേക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ്. ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. അതുമായി ബന്ധപ്പെടുത്തി ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സാധിക്കുന്നു. ഇവിടെ പറഞ്ഞത് എന്താണ്? കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു ഈ പറയുന്ന സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. പിന്നെ അടുത്തത് അതിന്റെ ഉപയോഗമാണ്. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ചുള്ള വിവരശേഖരണത്തിന് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. കാരണം ഇവിടെ എന്താ, കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഇത് ഉപയോഗിക്കാം. ഇനി വിദൂര സംവേദനത്തിന് മുഖ്യമായിട്ട് ഉപയോഗിക്കുന്നതും ഏത് തന്നെയാണ്? ഈ സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ഇവിടെ വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനുമാണ്. ഇനി ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇൻസാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഭൂസ്ഥിര ഉപഗ്രഹത്തിന് ഉദാഹരണമാണെന്ന കാര്യം ഓർക്കുക. IRS, ലാൻഡ്സാറ്റ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഭൂസ്ഥിര ഉപഗ്രഹമാണ്. സൗരസ്ഥിര ഉപഗ്രഹമാണ് IRS-ഉം ലാൻഡ്സാറ്റ് എന്നിവ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വിദൂര സംവേദനം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. എപ്പോഴും PSC പരീക്ഷയ്ക്ക് ഈ ഒരു മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പരിചയപ്പെടാം. എന്തായാലും പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യം വന്നുകൊണ്ടിരിക്കുന്ന മേഖല നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി തൊട്ടടുത്ത ക്ലാസ്സിലൂടെയൊക്കെ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണ്. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? എന്താണ് സംവേദകങ്ങൾ? എന്താണ് ഈ പറയുന്ന സ്റ്റീരിയോസ്കോപ്പ് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. എന്താണ് സ്റ്റീരിയോസ്കോപ്പ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. സ്പെക്ട്രൽ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം സ്റ്റീരിയോസ്കോപ്പ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. എന്താണ് സ്റ്റീരിയോസ്കോപ്പ് എന്നത് ഓൾറെഡി നമ്മൾ പാഠത്തിലൂടെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും പുതിയ പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഓരോ ക്ലാസ്സിലൂടെയും നിങ്ങളിപ്പോൾ ഓൾറെഡി നല്ലോണം പഠിച്ചിട്ടുണ്ടാകും, പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഓരോ ക്ലാസ്സിലൂടെയും എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ പോയിന്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസത്തിലാണ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിവിഷൻ ആയിട്ടൊക്കെ എടുക്കാം. ഒപ്പം നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നതായിരിക്കും വൈകാതെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നോട്ട്, ഈ PPT നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വന്നാൽ മതി. ആ ഒരു PPT നമുക്ക് ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് റിവിഷനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.